ഔദ്യോഗിക കാർ എത്തിയില്ല. അതുകൊണ്ട് സ്വരാജ് റൗണ്ടിൽ നിന്ന് ഓട്ടോയിൽ മടങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാഹനം പാർക്ക് ചെയ്തത് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തായിരുന്നു. എന്നാൽ കാർ വരും മുൻപ് സുരേഷ് ഗോപി ഓട്ടോയിൽ കയറി മടങ്ങുകയായിരുന്നു. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഇതാ ഓട്ടോ അടുത്തേക്ക് വരുന്നതിൽ കയറുന്ന ദൃശ്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഈ കാർ എത്താൻ വൈകിയത് എന്തുകൊണ്ടാണ്? കുറച്ചു നേരം കാത്തു നിൽക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ടായിരുന്നോ? ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന മഹാപരിക്രമ യാത്രയുണ്ട്. അതിലേക്കാണ് ഇന്ന് രാവിലെ വടക്കുംനാഥനിലേക്ക് സുരേഷ് ഗോപി എത്തി ആ യാത്രയിൽ പങ്കെടുക്കുകയായിരുന്നു. ഇവിടെ നിന്നും യാത്രയിൽ പങ്കെടുത്ത് മറുവശത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഇപ്പുറത്തെ വശത്തുമാണ്. അപ്പോൾ ഈ വടക്കുംനാഥൻ്റെ മുന്നിൽ നിന്നും അവിടെ യാത്ര അവസാനിക്കുമ്പോൾ ആ ഒരു പ്രദേശത്തേക്ക്, ഇത് നമുക്കറിയാം സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക്കാണ്. അപ്പോൾ ഈ വൺ വേ ട്രാഫിക്ക് ചുറ്റി വേണം ഈ വാഹനം അവിടേക്ക് എത്താൻ. എത്തുന്ന സമയം അദ്ദേഹത്തിന് കാത്തു നിൽക്കാൻ സാധിച്ചില്ല. അതിലാണ് ഉടനടി തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഓട്ടോ വിളിച്ച് ഇദ്ദേഹം കടന്നു പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യമെന്ന് പറയുന്നത്, ഒന്ന് സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോ യാത്ര ഒരുപക്ഷെ നമുക്കൊക്കെ കൗതുകമായിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. കാരണം കേന്ദ്ര സഹമന്ത്രിയാണ്. ഇത്തരത്തിൽ ഓട്ടോയിൽ കയറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് ഔദ്യോഗിക വാഹനമോ അല്ലെങ്കിൽ പോലീസ് ജീപ്പോ ഒന്നുമില്ലാതെ കയറി പോകുന്നതിൽ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ച, അത് കൂടാണ്ട് ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു ഗുരുതര നിയമലംഘനം. അതായത് ഓട്ടോറിക്ഷയുടെ മുൻവശത്ത് ഡ്രൈവറിനോടൊപ്പമാണ് ഗൺമാൻ കയറി പോകുന്നത്. അത് അത്തരത്തിലൊരു അവസ്ഥ വരുന്നതാണ്. അതായത് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഗൺമാന് ഓട്ടോറിക്ഷ ഡ്രൈവറിനൊപ്പം മുൻവശത്ത് കയറേണ്ടി വന്നു. അത് ഒരു ഗുരുതര നിയമ വീഴ്ച കൂടെയാണ്. ഓക്കെ, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്.